ഹായോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച്. ഇന്ത്യയിൽ ബേസിക് സയൻസ് പഠിക്കാൻ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഐസേഴ്സും IISc. അപ്പോൾ ഐസേഴ്സ് അവരുടെ അഡ്മിഷൻ നടത്തുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന IIT എക്സാമിലൂടെയാണ്. അപ്പോൾ 2025 IIT എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും ഓൺലൈൻ മീഡിയാസിലൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രോഷർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കോഴ്സുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ വർഷം പുതുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ BTech പ്രോഗ്രാംസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി ഉള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് 5 ഇയർ BS/MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ്, 4 ഇയർ BS പ്രോഗ്രാംസ്, അതിൻ്റെ ഒപ്പം BTech പ്രോഗ്രാംസും കൂടി ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ 7 ഐസേഴ്സ് ആണുള്ളത്. ഐസർ ഭോപ്പാൽ, ഐസർ പൂനെ, ഐസർ കൊൽക്കത്ത, ഐസർ ബെർഹാംപൂർ, ഐസർ മൊഹാലി, ഐസർ തിരുപ്പതി. അപ്പോൾ നമ്മൾ ഓരോ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ ഐസേഴ്സിലോട്ടുള്ള അഡ്മിഷൻ എക്സ്ക്ലൂസീവ്ലി IIT വഴിയാണ് ഈ വർഷവും നടത്തുന്നത്. JEE അഡ്വാൻസോ KVPI പോലെയുള്ള എക്സാംസോ ഇല്ല. ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ മാർച്ച് 10 ഓപ്പൺ ആയിട്ടുണ്ട്. ഏപ്രിൽ 15 വരെ ഈ അപ്ലിക്കേഷൻ പോർട്ടൽ ഉണ്ടാവും. പിന്നെ ഇതിന് കറക്ഷൻ വിൻഡോ വരുന്നത് ഏപ്രിൽ 21 മുതൽ 22 വരെയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ EWS OBC NCL വിഭാഗക്കാർക്ക് 2000 രൂപയും, SC ST കാശ്മീരി മൈഗ്രൻ്റ്, കാശ്മീരി പണ്ഡിത്ത്, കാശ്മീരി ഹിന്ദു ഫാമിലി, PWD വിഭാഗക്കാർക്ക് 1000 രൂപയുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ പറ്റി അനലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഐസേഴ്സിലും 5 ഇയർ BS/MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഐസർ കൊൽക്കത്തയിലാണ് പ്രത്യേകമായിട്ട് ഈ 5 ഇയർ BS/MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റ സയൻസ്, അത് ഐസർ കൊൽക്കത്തയിൽ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ 4 ഇയർ BS ഡിഗ്രി പ്രോഗ്രാം ഐസർ ഭോപ്പാലിൽ മാത്രമേ ഓഫർ ചെയ്യുന്നു ഇൻ എക്കണോമിക് സയൻസസ്. പിന്നെ 4 ഇയർ BS പ്രോഗ്രാം ഇൻ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ്, അത് ഐസർ തിരുപ്പതിയിൽ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. നോക്കൂ, ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് വെറും എക്കണോമിക് സയൻസ് ആണ്, ഇത് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് ആണ്. പിന്നെ 4 ഇയർ BTech പ്രോഗ്രാം ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇത് എക്സ്ക്ലൂസീവ്ലി ഐസർ ഭോപ്പാലിൽ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് പ്രോഗ്രാംസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐസർ സിസ്റ്റം എന്ന് വെച്ചാൽ അവിടെ ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് വെച്ചാൽ ഹോസ്റ്റല് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് അവിടെ ഉണ്ടാവുക. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും അതിൻ്റെ ഒപ്പം സ്പോർട്സ് ഫെസിലിറ്റീസും റിക്രിയേഷണൽ ഫെസിലിറ്റീസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതായത് ഇൻഡോർ കോഴ്സ്, അതേപോലെ ഔട്ട്ഡോർ കോഴ്സ്, എല്ലാ ടൈപ്പ് സ്പോർട്സിന് വേണ്ടിയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് വരുന്നത്? +2 ഈ വർഷം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതായത് 2025 എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ 2024 എഴുതിയ ആൾക്കാർ, 2023 എഴുതിയ ആൾക്കാർക്ക്, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ, ഈ പറഞ്ഞ സ്റ്റുഡൻസിനൊക്കെ തന്നെ ഈ പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ കറൻറ്റ് +2 സ്റ്റുഡൻസ്, റിപ്പീറ്റർ സ്റ്റുഡൻസ്, റിപ്പീറ്റർ സ്റ്റുഡൻസ്. അതായത് ഈ +2 കോമ്പിനേഷനിലെ ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സിൽ ഏതെങ്കിലും 3 എടുത്തിരിക്കണം. ആ കോമ്പിനേഷൻ ആയിരിക്കണം +2 പഠിച്ചിട്ട് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, റൈറ്റ്. പിന്നെ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില പ്രോഗ്രാമിന് ഇവർ മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ട് +2 പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അറിയോ? 5 ഇയർ BS/MS ഇൻ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റ സയൻസ് പ്രോഗ്രാം അറ്റ് ഐസർ കൊൽക്കത്ത. ഓക്കെ. പിന്നെ 4 ഇയർ
ബിടെക് പ്രോഗ്രാം ആയിട്ട് എന്താണ് ഐസർ ഭോപ്പാൽ. പിന്നെ ഇതാണ് 4 ഇയർ BS ഇൻ എക്കണോമിക് സയൻസ് അറ്റ് ഐസർ ഭോപ്പാൽ. പിന്നെ ഇതാണ് 4 ഇയർ BS ഇൻ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് അറ്റ് ഐസർ തിരുപ്പതി. മെയിനായിട്ട് ആ ഒരു എൻജിനീയറിംഗ് ആൻഡ് എക്കണോമിക് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കോഴ്സുകൾക്ക് മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും +2 പഠിക്കണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. പിന്നെയെന്ന് വെച്ചാൽ +2 മൊത്തത്തിൽ ഒരു 60% മാർക്ക് വേണം. ആർക്കൊക്കെ? ഈ ജനറൽ വിഭാഗക്കാർക്കും അതേപോലെ OBC NCL വിഭാഗക്കാർക്കും. ഓക്കെ, SC ST PWD കാറ്റഗറി ആണെങ്കിൽ 55% ആണ് ആ ഒരു പെർസെൻറ്റേജ് കട്ട് ഓഫ് വരുന്നത്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്. അപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് 25 നടക്കുക. 9 മണിക്കാണ് നടക്കുക. ഓക്കെ, അതൊരു ഞായറാഴ്ചയാണ്. ഓക്കെ, സെൻറ്റേഴ്സൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് എന്ന് വെച്ചാൽ www.iceradmissions.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. സപ്പോസ് ഈ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ പോർട്ടലിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ പ്രിസ്ക്രൈബ്ഡ് ഫയൽ സൈസിൽ അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്? നോർമൽ നമ്മളെല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും ആപ്ലിക്കേഷൻ പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഫോട്ടോ ID, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഓക്കെ, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഓക്കെ, ഫിസിക്കൽ ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ളത് നമുക്കധികം വരില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് രീതിയിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഓഫർ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഓരോ ഐസറിൻ്റെ പ്രിഫറൻസും പ്രോഗ്രാംസിന് പ്രിഫറൻസും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് മാത്രമേ നിങ്ങൾ ഐസേഴ്സിൻ്റെയും പ്രോഗ്രാംസിൻ്റെയും ആ ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ട ആവശ്യം വരികയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഐസേഴ്സിലുള്ള സീറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഓൾഡ് ഐസേഴ്സ് ആയിട്ട് വരുന്നത് ഐസർ പൂനെ, കൊൽക്കത്ത, ഭോപ്പാൽ, മൊഹാലി, തിരുവനന്തപുരം തുടങ്ങിയ ഐസേഴ്സാണ്. ന്യൂ ഐസേഴ്സാണ് ബർഹാംപൂർ, തിരുപ്പതി പോലെയുള്ള ഐസേഴ്സ്. അപ്പോൾ ഐസർ ബർഹാംപൂരിൽ മൊത്തത്തിൽ 300 സീറ്റ്, ഐസർ ഭോപ്പാലിൽ 300 സീറ്റ്, ഐസർ കൊൽക്കത്ത 280 സീറ്റ്, ഐസർ കൊൽക്കത്തയിൽ BSMS ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റാ സയൻസിന് 30 സീറ്റ്, ഐസർ മൊഹാലിയിൽ മൊത്തത്തിൽ 270 സീറ്റ്, ഐസർ പൂനെയിൽ 288 സീറ്റ്, ഐസർ തിരുപ്പതിയിൽ 350 സീറ്റ്, ഐസർ തിരുവനന്തപുരത്ത് 320 സീറ്റ്. ഓക്കെ, റൈറ്റ്. അങ്ങനെ ടോട്ടൽ എത്ര സീറ്റാണ്? 2138. പിന്നെ നമ്മൾ BS അല്ലെങ്കിൽ BTech പ്രോഗ്രാംസിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഐസർ ഭോപ്പാലിന് BTechന് സീറ്റ് ഉള്ളത് 140 സീറ്റാണ്. ഐസർ ഭോപ്പാലിൽ എക്കണോമിക് സയൻസിന് സീറ്റ് ഉള്ളത് 35ആണ്. ഐസർ തിരുപ്പതിയിൽ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന് സീറ്റ് ഉള്ളത് 50 ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പണിംഗ് ക്ലോസും ചെയ്യേണ്ട ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ കറക്ഷൻ വിൻഡോ ടൈം പറഞ്ഞു. ഹാൾ ടിക്കറ്റ് മെയ് 15 റിലീസ് ചെയ്യുക. ഈ ടെസ്റ്റ് മെയ് 25 പറഞ്ഞു. അതിൻ്റെ ആൻസർ കീ മെയ് 25 ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഡേറ്റ് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് പറയുമ്പോൾ ഇപ്പോൾ ഓഫർ കിട്ടിയ ഐസറിൽ തന്നെ ചേരാനാണ് താല്പര്യമെങ്കിൽ ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. ഫ്രീസ് നേരെ മറിച്ച് പ്രിഫറൻസ് ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാവുക. ഓക്കെ, അത് പിന്നെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നോക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് 2025 നടത്തുന്നത്. ഇതിൽ മൊത്തത്തിൽ പറയുമ്പോൾ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 60 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ 15 PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ സബ്ജക്ട്സിൽ നിന്നാണ് ഉണ്ടാവുക. ഈ ഒരു ടെസ്റ്റിന് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 180 മിനിറ്റ്സ് ആയിരിക്കും, എന്ന് വെച്ചാൽ 3 മണിക്കൂർ. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
കറക്റ്റ് ആൻസർ ആണെങ്കിൽ 4 മാർക്ക്, ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക്. അൺആൻസേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 0 മാർക്കാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം മാർക്ക് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് എന്ത് കാര്യം 240 ക്വസ്റ്റ്യൻ പേപ്പർ IITക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ICERadmissions.in എന്ന് പറയുന്ന വെബ് പേജിൽ പോയാൽ കാണാൻ പറ്റും. ഏതൊക്കെ സിറ്റീസിലാണ് എക്സാം നടക്കുക എന്നുള്ളത് നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫറൻസ് ഉള്ള സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കറക്റ്റ് 7 മണിക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 8:30 ശേഷം അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ്, ഒറിജിനൽ ഫോട്ടോ, ID കാർഡ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, ബോൾ പെന്ന് മാത്രമേ ആ ഒരു ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. നോർമലി എല്ലാ ഓൺലൈൻ എക്സാംസിൻ്റെയും പോലെ തന്നെയാണ്. റഫ് ഷീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഹാളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് എക്സാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഈ ഒരു എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡായി നടത്തുമ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആ ഒരു എക്സാം കൺസോളിൽ പ്രൊവൈഡ് ചെയ്യുന്നവർ പറയുന്നുണ്ട്. ഓക്കെ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാവും. അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ യൂസിങ് IIT 2025 ഫോർ അഡ്മിഷൻ ടു ദെയർ പ്രോഗ്രാംസ്. അതായത് IIT 2025 സ്കോർ വെച്ചിട്ട് അഡ്മിഷൻ എടുക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അവിടെയുള്ള ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് IITയുടെ സ്കോർ വെച്ചിട്ട് എടുക്കും. അതേപോലെ തന്നെ IIT മദ്രാസിലെ മെഡിക്കൽ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉള്ള അഡ്മിഷൻ ഈ ഒരു IIT 2025 സ്കോർ ഉപയോഗിച്ചിട്ട് എടുക്കും. അപ്പോൾ ഇത്തരത്തിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട്, അതായത് ICERS അല്ലാത്ത IISc, IIT മദ്രാസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടലിൽ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇവിടെ അപ്ലൈ ചെയ്ത് കരുതി, അതായത് IIT വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത് കരുതി ഈ പറയുന്ന കോഴ്സുകളിലോട്ട് അഡ്മിഷൻ കിട്ടുന്നില്ല. അതായത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പോയിട്ട് അപ്ലൈ ചെയ്യണമെന്ന്. +2 ശേഷം സയൻസ് ആൻഡ് എൻജിനീയറിംഗ് റിസർച്ചിൽ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന രീതിയിലുള്ള ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ICER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാംസ്.